തൃശൂർ മെഡിക്കൽ കോളേജിൽ വീണ്ടും വീഴ്ച എന്ന ആരോപണം. അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ ആംബുലൻസ് കിടന്നത് അരമണിക്കൂറോളം. ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം. തൃശ്ശൂർ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? നമ്മളെ വണ്ടിയിലും അതേപോലെ തന്നെ വേറൊരു ആംബുലൻസിലും പേഷ്യന്റിനെ കൊടുത്തിട്ട് കുറച്ചധികം നേരെ വെയിറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് ഇത്ര നേരമായിട്ട് ഒരാൾ പോലും പേഷ്യന്റിനെ ഇറക്കാനോ എന്താ കാര്യം അന്വേഷിക്കാൻ പോലും ഒരാൾ വന്നിട്ടില്ല. എപ്പം നോക്കിയാലും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് നമ്മൾ കണ്ടുവരുന്ന ഒരു സംഭവമാണിത്. നിങ്ങൾക്കും അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ രോഗിയുമായി കാത്തുകിടന്നത് 2 ആംബുലൻസുകളാണ് എന്നും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും ആംബുലൻസ് ഡ്രൈവർ പ്രണവ് പറഞ്ഞു. ഇന്നലെ നമ്മൾ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ഒരു പേഷ്യനെ കൊണ്ടുവരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് സാധാരണ കാഷ്വാലിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ട്രോളി കാര്യങ്ങൾ സ്ട്രെച്ചറൊക്കെ കൊണ്ട് ആൾക്കാർ വരും. നമ്മളവിടെ ഒരു 10 മിനിറ്റ് എടുത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഉള്ളിൽ പോയി പറഞ്ഞിട്ടടക്കം ഒരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. അതായത് പേഷ്യനെ വണ്ടിക്കകത്ത് കയറ്റി, അത് ഒരു വണ്ടി മാത്രമല്ല, എൻ്റെ വണ്ടിക്ക് അപ്പുറത്ത് വേറെ വണ്ടി വന്നിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു പേഷ്യനെ ഇറക്കാൻ വേണ്ടിയിട്ട്. അവിടെ സെക്യൂരിറ്റി പറഞ്ഞപ്പോൾ വേറെ പേഷ്യനെ ഷിഫ്റ്റ് ചെയ്യാൻ പോയെന്ന് പറഞ്ഞത്. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അതിനനുസരിച്ച് വേറെ സജ്ജീകരണം ഉണ്ടാക്കണ്ടേ? അതിലെന്നെ ശരി. ഇതിപ്പോൾ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കേട്ടപ്പോൾ ഒരുപാട് പേര് എന്നെ മെസ്സേജ് വെച്ചിട്ട് അതുപോലെ കമൻറ്റ് ബോക്സിലൊക്കെ അറിയിച്ചത്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, കഴിഞ്ഞ ദിവസമാണ് ഒരു KSRTC ജീവനക്കാരനെ ഇതുപോലെ ഗുരുതരാവസ്ഥയിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ ആരും നോക്കാനുണ്ടായിരുന്നില്ല, ആംബുലൻസിൽ തന്നെ കുറച്ച് സമയം കിടക്കേണ്ടി വന്നു എന്നൊക്കെ അന്ന് ഒരു ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞതാണ്. ഇത് വീണ്ടും അത്തരം കേസുകൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അന്ന് ഈ പരാതി ഉണ്ടെങ്കിൽ പരിശോധിക്കാമെന്നായിരുന്നു ആശുപത്രി അധികൃതർ പറഞ്ഞത്. ഇത് തുടർച്ചയായി ഈ പിഴവ് ആവർത്തിക്കുകയാണോ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ? സൂരജ്. വിജയകുമാർ, എത്രയൊക്കെ പ്രതിഷേധങ്ങൾ ഉയർന്നാലും അതൊന്നും തങ്ങളെ ബാധിക്കില്ല. എങ്ങനെ ഒരു കുത്തഴിഞ്ഞ സംവിധാനം പ്രവർത്തിക്കുമോ അത്തരത്തിൽ തന്നെയേ തങ്ങൾ പ്രവർത്തിക്കൂ എന്ന വാശിയിലാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് എന്ന് തോന്നുകയാണ്. കാരണം ഇന്നലെ രാവിലെയാണ് ഈ പന്നിത്തടത്ത് KSRTC ബസ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവറെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. അന്നേരം ഈ ആംബുലൻസ് ഡ്രൈവർ അരമണിക്കൂറിലധികം ഈ ഗുരുതരമായി പരിക്കേറ്റ ആളുമായി അവിടെ കാത്തുനിന്നു. പക്ഷേ ആ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കാനോ ചികിത്സ നൽകാനോ പോലും മെഡിക്കൽ കോളേജ് അധികൃതർ തയ്യാറായില്ല. പിന്നീട് ഈ KSRTC അധികൃതർ ഇടപെട്ടുകൊണ്ടാണ് ഇന്നലെ ആ KSRTC ഡ്രൈവറെ പിന്നീട് അമല ആശുപത്രിയിലേക്ക് മാറ്റിയത്. ആ വാർത്തയടക്കം ഇന്നലെ രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ആ സമയത്ത് ആശുപത്രി അധികൃതർ പറഞ്ഞത് അത്തരത്തിലൊരു വീഴ്ച ഉണ്ടെങ്കിൽ തങ്ങൾ പരിശോധിക്കുമെന്ന് പറഞ്ഞ് മണിക്കൂറുകൾ പിന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന ദൃശ്യം ഇന്നലെ വൈകുന്നേരം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഉണ്ടായ സംഭവമാണ്. 2 ആംബുലൻസുകളാണ് ഈ രോഗിയുമായി എത്തി അവിടെ ഈ സ്ട്രക്ചറിനടക്കം കാത്തു നിൽക്കുന്നത്. 10 മിനിറ്റിലധികം നേരം കാത്തു നിന്നു എന്നുള്ളതാണ് ഈ ആംബുലൻസ് ജീവനക്കാരൻ പ്രണവുമായി സംസാരിക്കുമ്പോൾ ഈ പ്രണവ് പറഞ്ഞ കാര്യം. പിന്നീട് ഈ രോഗികളുടെ ബന്ധുക്കൾ ഇറങ്ങിച്ചെന്ന പലതവണ ഈ ആശുപത്രി അധികൃതരുമായി സംസാരിച്ചതിന് ശേഷമാണ് അവർ ഈ സ്ട്രക്ചർ എത്തിച്ച് രോഗിയെ അകത്തേക്ക് കൊണ്ടുപോയത്. ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഈ 2 പേരും ആംബുലൻസിൽ കാത്തുകിടന്ന 2 പേരും അവിടെ ചികിത്സയിൽ ഉണ്ട്. അവർക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കരുതിക്കോട്ടെ. വിജയകുമാർ, നിലവിൽ അവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നുള്ളതാണ്. പക്ഷേ വിജയകുമാർ, തൃശ്ശൂർ സഹകരണ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു കൊണ്ടുവരുന്ന ഒരു രോഗിയാണ്. അപ്പോൾ എത്രമാത്രം ഗുരുതരമാണ് ആ ഒറ്റ സെന്റൻസിൽ തന്നെ നമുക്ക് മനസ്സിലാകാം ആ രോഗിയുടെ ആരോഗ്യസ്ഥിതി എത്രമാത്രം ഗുരുതരമാണത്. അങ്ങനെയുള്ള രോഗികളെയാണ് ഇവർ ഈ ആംബുലൻസിൽ കിടത്തി. അത് പലപ്പോഴും ഈ സെക്യൂരിറ്റി ജീവനക്കാരുടെ അടുത്തു നിന്നുണ്ടാകുന്ന മനോഭാവമാണ്. അതായത് ഇത് സർക്കാർ ആശുപത്രിയാണ്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇവിടെ പറ്റൂ എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇന്നലെ ഈ KSRTC ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റ ആംബുലൻസ് ജീവനക്കാരൻ അവിടെ കൊണ്ടുചെല്ലുമ്പോഴും അവർ പറഞ്ഞ മറുപടി അതാണ്. ഇത് സർക്കാർ ആശുപത്രിയൊക്കെ അല്ലേ, ഇങ്ങനെയൊക്കെ പറ്റൂ എന്ന് ആ സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞു എന്നുള്ളതായിരുന്നു ഇന്നലെ ആദ്യ ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞത്. സമാന അനുഭവമാണ് ഇന്നലെ വൈകുന്നേരം 4 മണിയായപ്പോൾ ഈ പ്രണവ് എന്ന് പറയുന്ന ആംബുലൻസ് ജീവനക്കാരൻ ഉണ്ടായിരിക്കുന്ന 2 ആംബുലൻസുകളാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇങ്ങനെ കാത്തു കിടക്കുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലെ സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന ആശുപത്രിയാണ്. അവിടുത്തെ അത്യാഹിത വിഭാഗത്തിലാണ് ഇങ്ങനെ കൊണ്ടുവരുന്ന രോഗികൾക്ക് ഈ ആംബുലൻസിൽ കിടക്കേണ്ടി വരുന്നതെന്നുള്ളത് കേരളത്തെ തന്നെ ലജ്ജിപ്പിക്കുന്ന സംഭവമായി മാറുകയാണ്. ഇന്നലെ വൈകിട്ടത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിന് മുന്നിൽ 2 ആംബുലൻസുകൾ രോഗിയുമായി വന്ന് അവിടെ കുറേ സമയം കിടക്കേണ്ടി വന്നു. ആ ദൃശ്യങ്ങൾ ഇന്നലെ വൈകിട്ടാണ്. ഇത് സമാനമായ സംഭവങ്ങൾ തുടർച്ചയായി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ആവർത്തിക്കുകയാണ്.